ആയിട്ട് നമുക്കൊരു മീൽ പ്രിപ്പ് ചെയ്താലോ? നാട് പണിക്കൊപ്പം പാട്ട് അത് നിർബന്ധമാണ്. സോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു പാട്ട് കൂടി പ്ലേ ചെയ്താലോ? മോരുകറിയും ക്യാബേജ് തോരനും ചിക്കൻ കറിയുമാണ് ഈ ആഴ്ചയിലും ഞങ്ങളുടെ മെനു. ഞങ്ങളിൽ ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്നത് റിറ്റിയാണ്. ഇതിലേതാണ് റിറ്റി എന്ന് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നതാണ് റിറ്റി. ഞാൻ റിയ. ലോക്ക്ഡൌൺ കാലത്തെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ തുടങ്ങിയ കുക്കിംഗ് ആണ് റിറ്റിയുടെ ഉള്ളിലെ ഷെഫിനെ ഉണർത്തിയത്. പിന്നീട് അങ്ങോട്ട് അവളൊരു കുക്കറും ഞാനൊരു ടെസ്റ്ററുമായിരുന്നു. ഒരു വീട്ടിൽ 2 ഷെഫ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിൻവാങ്ങി. അതിനു മുമ്പൊരു ഘട്ടത്തിൽ മമ്മി ആ ഷെഫിന് മുളയിലെ നുള്ളിക്കളഞ്ഞ മറ്റൊരു കഥയുമുണ്ട്. അത് ഞാൻ പിന്നീടൊരു അവസരത്തിൽ പറയാം. ഇന്നിപ്പോൾ ഷെഫ് ഒന്ന് മോരുകറിക്ക് താളിക്കാൻ നോക്കിയതാ, പക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ. പാത്രത്തിലെ എണ്ണയിലേക്ക് തീ പിടിച്ച് അലാമൊക്കെ അടിച്ച് ആൾക്കാരെ കൂടിക്കൂടി നല്ല രസമായിരുന്നു. ആ ടൈമിൽ ഒന്ന് പാനിക് ആയതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത്രയും ഒപ്പിച്ച അവൾക്ക് എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണ്ടേ? അതുകൊണ്ട് നാട്ടിൽ നിന്ന് എൻ്റെ സുഹൃത്ത് കൊണ്ടു തന്ന അരിയുണ്ട കൊടുത്തു. അതാണെങ്കിൽ അതിലും വലുത്. തട്ടിയിട്ടും മുട്ടിയിട്ടും കല്ലുകൊണ്ട് കൊട്ടിയിട്ടും നോ രക്ഷ. അരിയുണ്ട എങ്ങനെ ഈസിയായി കഴിക്കാമെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.